ചങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ആ ഒരു അനഘ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ജീവിതത്തിൽ, അതായത് അവർക്ക് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്, ഒരുപാട് കള്ള കാമുകന്മാരുണ്ട്, ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ കറങ്ങി നടന്നിട്ടുള്ള ജീവിതമായിരുന്നു അവരുടേത്. ഇത് താങ്ങാൻ കഴിയാതെ ആയിരിക്കാം ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭർത്താവ് ജീവനൊടുക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷണവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, ഇല്ലെങ്കിൽ അവനൊരു കുറിപ്പോ കാര്യങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഇനി അവന് വേറെ എന്തെങ്കിലും കൊടുത്തിരുന്നോ, അവൻ അതിൻ്റെ ശാരീരിക അവശത എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അതായത് ഒന്നിനെയും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലടോ, ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇപ്പോഴും ഭക്ഷണം വരെ കഴിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് എന്താ, അയ്യോ രാവിലെ ആകുമ്പോഴേക്ക് അവൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ ഫേസ്ബുക്കിൽ ആദരാഞ്ജലികൾ എന്ന് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓരോരാൾ മരിച്ചു വീഴുന്നത്. നമ്മൾ അപ്പോഴാണ് കാണുന്നത് എല്ലാവരും പറയുന്നത് കൊറോണയല്ലോ, അത് കൊറോണക്കാലല്ലേ, കൊറോണ വന്നുകൊണ്ട് ഇപ്പോൾ എത്ര ആളാണ് മരിക്കുന്നത് എന്നല്ലേ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യു പിയിലാണെന്നാണ് തോന്നുന്നത്, യു പി രാജസ്ഥാൻ ഏരിയയിൽ എവിടെയോ ആണ്, ഇതുപോലെ തന്നെ ഒരാളെ അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അങ്ങനെ അറ്റാക്ക് വന്ന് മരിക്കുന്നു, ഭാര്യ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും വരുന്നു. വന്നതിന് ശേഷം അറ്റാക്കാണ്. ഇനി എന്ത് ചെയ്യാനാണ്, 40-48 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല, പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിനുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെ അയാളുടെ സഹോദരന് ഒരു ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കല്ലിച്ചതുപോലെയുണ്ട്, എന്തോ മർദ്ദനമേറ്റതുപോലെ. അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരന് വിവരം അറിയിക്കുന്നു. ആ കൂട്ടുകാരൻ രഹസ്യമായിട്ട് പോലീസിന് വിവരം അറിയിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വരുന്നു. പോലീസ് വന്ന് നോക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൃതദേഹം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് വിട്ടുകൊടുത്തത്. മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭാര്യയെയും കാമുകിനെയും അറസ്റ്റ് ചെയ്തു. അതായത് രാത്രി അമിതമായ അളവിൽ ഇയാൾക്ക് എന്തോ ഒരു ഗുളിക, ഇയാൾ കഴിക്കുന്ന ഗുളിക അമിതമായ അളവിൽ കൊടുക്കുകയും ഇയാൾക്ക് കൃത്യമായിട്ട് ഹൃദയാഘാതവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭാര്യയുടെ കാമുകനുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറുപ്പക്കാരൻ എന്തെങ്കിലും കൊടുത്തേ അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ, അല്ലെങ്കിൽ അവൻ സ്വയംബോധത്തിൽ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇവളുടെ ഒരു എന്താ പറയേണ്ടത് ഇവളുടെ ആ ഒരു പ്രശ്നം കൊണ്ട് ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുടുംബങ്ങളും നാശത്തിൻ്റെ വക്കിൽ തന്നെയാണ്. അതിനൊക്കെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള സുഹൃത്ത് ബന്ധം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 8 മണി കഴിഞ്ഞാൽ പല വീടുകളിലും നടക്കുന്നത് ഭർത്താവ് പോയിട്ട് എവിടെയെങ്കിലും ഫോൺ ചെയ്യും, അതുപോലെ ഭാര്യയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫോൺ ചെയ്യും. അതാണ് നടക്കുന്നത്. അതായത് അവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദമാണ്. സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ അവർക്ക് ഒരാൾക്ക് പോലും സമയമില്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്യരുമായിട്ട് സംസാരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ, അന്യരാകുമ്പോഴെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ചോദിച്ചോളും. ഭർത്താവാകുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊന്നും ചോദിക്കത്തില്ല. അന്യരാകുമ്പോഴും ചിലപ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങളും ഇക്കിളികളൊക്കെ കുറച്ച് കൂടുതൽ ചോദിച്ചു എന്ന് വരും. പക്ഷെ ഭർത്താവ് അതൊന്നും ചോദിക്കാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൃത്ത് ബന്ധങ്ങളാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്ക്, ചില ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, ആണുങ്ങളും അതേപോലെ തന്നെയാണ്. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചില സൗഹൃദങ്ങൾ അവരുമായിട്ട് പിന്നീട് നിരന്തരമായി സംസാരിക്കുന്ന പരിപാടികൾ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഈ ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് ഇങ്ങനെയുള്ള വർഗ്ഗങ്ങളെ തന്നെ ഇന്ന് തന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിഞ്ഞോ മക്കളെ. ആരുടെയെങ്കിലും കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാളെ കസ്റ്റഡിയിൽ ഇങ്ങനെയുള്ള ടീം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കട്ട് ചെയ്തോ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ഒരു 2-3 വർഷത്തിനുള്ളിൽ ശിഥിലമായി പോകും. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് തന്തയും തള്ളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ പോയിന്ന് വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പരിഹാസമുണ്ടാകും. അതുപോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പരിഹസിക്കും. പിന്നെ ചില ടീച്ചർമാരും മാഷന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കെയർ ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പരിഹസിക്കുകയ്യ. അങ്ങനെ പരിഹസിച്ചിട്ടുള്ള പിന്നീടുള്ള ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൗഹൃദമുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് പോയിട്ട് ഫോൺ ചെയ്യുക, ഇക്കിളിപ്പെടുത്തുന്നത്. കാരണം 2 കുടുംബങ്ങളാണ് അവിടെ തകരുന്നത്. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാര്യയ്ക്ക് വേറെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അതുപോലെ അവിടെയുള്ള ഭർത്താവിന് വേറെ ഉണ്ടാവില്ല. പിന്നീട് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ കലഹിക്കാൻ തുടങ്ങും. അങ്ങനെ 2 കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു. എനിക്ക് അറിയുന്ന ഫാമിലികൾ തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫോൺ ചെയ്ത് തമ്മിൽ തെറ്റിയിട്ട് വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഫാമിലികളുണ്ട് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിലികൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും മിണ്ടത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരെ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടെ എല്ലാ തോന്നിയവാസങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്.
എല്ലാ തോന്നിയവാസങ്ങളും മലയാളത്തിൽ നടക്കുന്നതിന് കാരണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പലതും കാണാൻ കഴിയും. ഇവിടെ മാന്യതയിലൂടെ നടക്കുന്ന പലരുടെയും മുഖംമൂടികളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടിയിലൂടെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടകുന്ന സെൻറ്ററുകൾ, അതായത് തടകുന്ന സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കിട്ടുന്ന ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലൊന്നുമല്ല, ജനങ്ങൾക്ക് ഭയമില്ല, അല്ലെങ്കിൽ വേറെയൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമയായി. ഇതൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നല്ലതാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായ ഒരു സംസ്കാരമാണ് നമ്മളിപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ്, അവരുടെ ഭാവിയെയാണ്. അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ആരുമില്ലാതാകുന്നു. അച്ഛനും അമ്മയും കലഹിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, നെടുമങ്ങാട് നടന്ന ഒരു സംഭവം നിങ്ങൾ നോക്ക്. അതായത് അതിന് വേണ്ട ആ ഒരു കുഞ്ഞിനെ ഒരാൾക്ക് പോലും വേണ്ട, അതാണ് അതിൻ്റെ സത്യം. അതായത് അതിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്കും വേണ്ട, അമ്മേൻ്റെ വീട്ടുകാർക്കും വേണ്ട, സ്വന്തം അമ്മക്കും വേണ്ട. അങ്ങനെ എല്ലാവർക്കും ഭാരമായിട്ടുള്ളൊരു കുഞ്ഞാന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു 2 കൈ ഒടിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ ഒടിഞ്ഞു, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഏത് സ്ത്രീ വന്ന് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകും. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നാട്ടിലെ ആശാ വർക്കർമാർക്ക് ഒരു ഡ്യൂട്ടി കൂടി കൊടുക്കുക. അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ട്, ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പോയിട്ട് ഒരാഴ്ചക്ക് ഒരിക്കലെങ്കിലും ആ കുഞ്ഞുങ്ങളെ പരിശോധിക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റും. അതായത് ഒരു 7 ദിവസത്തിൽ ഒരിക്കൽ ആശാ വർക്കർ പോകുന്നു, ആ കുഞ്ഞിൻ്റെ ശരീരം നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ അറിയുന്നു. അങ്ങനെ ആയാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിതായിട്ട് നടത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകളാണ്. അവരാണ് ശരിക്കും ഓർഡർ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ശിശു ക്ഷേമ സമിതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിനൊക്കെ നമ്മളെ കയ്യിൽ ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അംഗൻവാടി കേന്ദ്രീകരിച്ചിട്ടായാലും അതുപോലെ മറ്റുള്ളത് കേന്ദ്രീകരിച്ച്, ഇപ്പം അംഗൻവാടി കേന്ദ്രീകരിച്ചിട്ട് ഇപ്പോൾ ജനിച്ച കുട്ടികളുടെ ആ ഒരു വയസ്സ് മുതൽ, ഇല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ തന്നെ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ഒരാഴ്ചക്കൊരിക്കൽ അവർക്ക് കാണാനുള്ള ഒരു അനുമതി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നടത്തിയാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെന്താ കാണുന്നത്, നിങ്ങൾക്കറിയാലോ, ഒരുപാട് പേര് എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ നടന്നിരിക്കുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ നടക്കുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പുറത്തു വരും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ മരണം കൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ആരറിയാനാണ്? ഒരാൾ പോലും അറിയത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്ര അനുഭവിക്കുന്ന അത്ര ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ തുണിയഴിച്ച ആട്ടക്കാരികളും മറ്റവരൊക്കെ ചെയ്യുന്ന അവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ അന്വേഷണം നടത്തണം. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടിട്ട് ഇവർ കിടത്തി ഉറക്കിയിട്ടാണോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതായത് ചിലപ്പോൾ ഈ ലൈവൊക്കെ ഇടുമ്പോഴേ കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല മയക്കുമരുന്നും കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൃത്യമായിട്ടുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തണം കൃത്യമായിട്ട്. കാരണം അതുപോലുള്ളൊരു പോക്ക ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വന്തം തള്ളയാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി, നമസ്കാരം.